കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന UDF ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങളെ ഈ ഗവൺമെന്റിനായിട്ടുള്ളൂ എങ്കിലും ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നാട് സംശയിക്കുന്നു, ഇവിടെ ഈ കോൺഗ്രസിനെ മുൻനിർത്തി BJP RSS പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു എന്ന്. BJPയുടെയും RSSന്റെയും പിൻസീറ്റ് ഡ്രൈവിംഗിലാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ നാട് സംശയിക്കുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരിക. ഇപ്പോൾ അവസാനം ഒരു ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറെ നിയമിക്കുകയാണല്ലോ ഫോർ ദേവസ്വത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറെ നിയമിച്ചു. അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചു. എന്താ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇദ്ദേഹം കോൺഗ്രസിന്റെ ഏതെങ്കിലും ലോയേഴ്സ് യൂണിയന്റെ ഭാരവാഹിയായിരുന്നോ? അല്ല, മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ലോയേഴ്സ് യൂണിയന്റെ ഭാരവാഹിയായിരുന്നോ? ആണോ? ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാലോ ആരായിരുന്നു ഇദ്ദേഹം എന്ന്. ഈ KB പ്രദീപ് ആരാ? എനിക്കും നിങ്ങൾക്കുമൊക്കെ പരിചയം. സ്വർണക്കൊള്ളക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ നാട് സ്വർണം കട്ടു എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പരസ്യമായി വാദമുന്നയിച്ച ഒരു വക്കീലാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധിയെ വരെ തെറി വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു വക്കീലാണ് ഇദ്ദേഹം. എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പ്ലീഡറായി ഇതുപോലെ ഒരാളെ നിയമിക്കാൻ സാധിക്കുന്നത്? കള്ളനും പോലീസിനും വേണ്ടി ഒരേ വക്കീൽ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ഒരു നയം. കള്ളനും പോലീസിനും ഒരേ വക്കീൽ, ഇതാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന നയം. ഇത് അംഗീകരിക്കാൻ പറ്റും? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര ദുരൂഹമായി നിൽക്കുകയാണല്ലോ. അവസാനം പറഞ്ഞു അത് ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയതാണ്. എങ്ങനെയുണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ? അന്ന് മുഖ്യമന്ത്രി അല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്കുള്ള യാത്ര ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ. ഈ നാടത് വിശ്വസിക്കൂ? അവിടുന്ന് ഇങ്ങോട്ട് ഓരോ സംഭവങ്ങളും നിങ്ങൾ എടുത്തോ. പല നിയമനങ്ങൾ, IAS നിയമിക്കുന്നു, പലരെയും ട്രാൻസ്ഫർ ചെയ്യുന്നു, പല പ്ലീഡർമാരെ നിയമിക്കുന്നു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു വശപ്പിശകുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടക്കുന്നുണ്ട്. RSS BJP നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും എന്ന്. എന്നാൽ ഇന്ന് 3 സീറ്റുള്ള BJP കേരളത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളിടത്തേക്ക് എത്തുകയാണ്. ഇത് ഈ നാട് പരിശോധിക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. ഗൗരവത്തിൽ ഈ വിഷയങ്ങളെ മതേതര വിശ്വാസികൾ നോക്കിക്കണ്ടില്ലെങ്കിൽ ഈ സതീശനും സംഘവും പൂർണ്ണമായും ഈ കേരളത്തെ RSSന് മുമ്പിൽ അടിയറവ് വെക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്.